നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ യൂട്യൂബിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇംഗ്ലീഷിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെറ്റിങ്സിലായാലും എല്ലാം തന്നെ നമുക്ക് ഇംഗ്ലീഷിലോട്ടാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെ ഫോണിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും അവർ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് ആ ലാംഗ്വേജ് മാറ്റാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ഇംഗ്ലീഷിൽ കിടക്കുന്ന എല്ലാം തർജ്ജിമ ചെയ്ത് നമ്മളെ ഏത് ലാംഗ്വേജും ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ മലയാളിയാണെങ്കിൽ ഈ കിടക്കുന്ന ഇംഗ്ലീഷിൽ കിടക്കുന്ന എല്ലാ കാര്യവും മലയാളത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഇംഗ്ലീഷിൽ കിടക്കുന്ന എല്ലാ ഓപ്ഷൻസ് നമുക്ക് മലയാളത്തിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് വെൽക്കം ടു MK Joys യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞങ്ങളെ രണ്ടുപേരെ ചാനലിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ രണ്ട് ചാനലിൻ്റെയും ഓൺ ചെയ്തിട്ട് അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. വീറ്റാ വെർഷൻ്റെ കണ്ടൻറ്റ് ഇതുപോലെ തീർന്നിട്ടില്ല. പിന്നെ എന്നും വീറ്റാ വെർഷൻ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ശരിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് യൂട്യൂബ് എങ്ങനെയാണ് ഈ സെറ്റിങ്സുകളൊക്കെ നമ്മളെ ഭാഷയിലോട്ട് മാറ്റുന്നതെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമ്മളെ ഹിസ്റ്ററികളും നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോസുകളും നമുക്ക് എത്ര നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നും ഇവിടെ സ്വിച്ച് അക്കൗണ്ടും എല്ലാ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഷെയർ ചാനലും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ ഈ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് മാറ്റുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏത് ഭാഷയിലോട്ടാണോ മാറ്റുന്നത് നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടായിരിക്കണം. അതായത് നല്ലവണ്ണം അറിയുന്നുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് ഇംഗ്ലീഷിലോട്ടോ വേറെ ഏതെങ്കിലും ഭാഷയിലോട്ട് നമുക്ക് യൂട്യൂബ് ഇതുപോലെ കിടക്കുന്ന സെറ്റിങ്സൊക്കെ ആ ഭാഷയിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അത് നമുക്ക് നല്ലവണ്ണം അറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റിങ്സ് ചെയ്യണതുകൊണ്ട് കൂടി ഡിഫാൾട്ടായിട്ട് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ഇംഗ്ലീഷിലാണല്ലോ കിടക്കുന്നത്. ഈ സെറ്റിങ്സും എല്ലാം തന്നെ നമ്മളെ യൂട്യൂബിലുള്ള എല്ലാ സാധനവും നമുക്ക് നമ്മൾ ആക്കുന്ന ലാംഗ്വേജിലോട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് തന്നെ തിരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് നന്നായി അറിയുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അതെങ്ങനെയാണ് മാറ്റാണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ. ശേഷം ജനറലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ആപ്പ് ലാംഗ്വേജ്, നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പ് ലാംഗ്വേജ് എങ്ങനെയാണ് മാറ്റാണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ആപ്പ് ലാംഗ്വേജ് ഇവിടെ അപ്പിയറൻസിൻ്റെ താഴെയായിട്ട് നാലാമതായി കാണാൻ സാധിക്കുന്നതാണ് ഈ ഓപ്ഷൻ. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ലാംഗ്വേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലോട്ടാണ് നിങ്ങളെ യൂട്യൂബ് മാറ്റേണ്ടത് ആ ലാംഗ്വേജിലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രത്യേകമൊക്കെ നിങ്ങൾ മാറ്റുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയുന്നുണ്ടായിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് ഇത് ഇംഗ്ലീഷിലോ വേറെ ഏതെങ്കിലും ഭാഷയിലോട്ട് യൂട്യൂബ് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. കാരണം നമ്മളിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഭാഷയാണോ സെലക്ട് ചെയ്യുന്നത് അതിലോട്ട് നമ്മളെ യൂട്യൂബിൻ്റെ എല്ലാ സെറ്റിങ്സ് അടക്കം മാറുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ലാംഗ്വേജും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? നമുക്ക് ഇവിടെ
ചൈനയിലെ ലാംഗ്വേജൊക്കെ ഉണ്ട്, ഹിന്ദി, കന്നഡ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലാംഗ്വേജ് വരെ ഉണ്ട്. ഇനി ഞാൻ ഒരു ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുകയെന്ന് പറഞ്ഞ് അതേ ഓപ്ഷൻ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾ ഏത് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് ആ ഇതിലോട്ട് ഉള്ള ഇതായിരിക്കും വന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് നമുക്ക് നല്ലവണ്ണം അറിയണം എന്ന് ഞാൻ പറഞ്ഞ കാരണം അതാണ്. അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു. ശേഷം യൂട്യൂബ് ആപ്പിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് ആവുമെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ദിസ് വിൽ ചേഞ്ച് ദി ലാംഗ്വേജ് യൂസ് ഇൻ ദ യൂട്യൂബ് ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഇതും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ലാംഗ്വേജിലോട്ട് മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ ചേഞ്ച് കൊടുക്കുക. ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മലയാളമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ മലയാളം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം തന്നെ മലയാളത്തിൽ ഇപ്പോൾ മാറിയിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്ക്, ഇവിടെ ഇപ്പോൾ എല്ലാം തന്നെ മലയാളത്തിലോട്ട് മാറിയിട്ടുണ്ട്. ലൈക്ക് ചെയ്ത വീഡിയോ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഷയിലോട്ട് മാറും. അതുകൊണ്ടാണ് ആ ഭാഷ നല്ലവണ്ണം അറിയണമെന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് നമ്മളെ യൂട്യൂബ് വീണ്ടും പഴയ ലാംഗ്വേജിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ ലാംഗ്വേജ് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഇവിടെയും സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നാലാമതായി നമ്മൾ നേരത്തെ മാറ്റിയ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ വേറെ ഭാഷയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഷയിലായിരിക്കും കാണാൻ സാധിക്കുക ഈ സെറ്റിങ്സ് എല്ലാം. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് ആപ്പ് ഭാഷ എന്നാണ് ഇവിടെ കിടപ്പുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് വീണ്ടും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തമിഴ് സെലക്ട് ചെയ്യാണ്. ശേഷം മാറുക എന്ന ഓപ്ഷൻ കൊടുക്കുക. തമിഴ്. ഓക്കെ, നമ്മളെ യൂട്യൂബ് അപ്പോൾ വീണ്ടും തമിഴിലോട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സെറ്റിങ്സുകളും തമിഴിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ പോവുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ആ ഭാഷയുടെ ആ ഓപ്ഷൻ ഇവിടെ എവിടെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇവിടെയാണ് ഭാഷയുടെ ഓപ്ഷൻ കിടക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നാലാമതാണ് ഇത് കിടക്കുന്നത്. നാലാമതല്ലേ? നാലാമതാണ് ഇത് കിടക്കുന്നത്. ഇനി നമുക്കിഷ്ടമുള്ള ഏത് ലാംഗ്വേജിലോട്ടും മാറ്റാവുന്നതാണ്. ഞാൻ വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ മാറ്റാണ്. ശേഷം ഇംഗ്ലീഷിലോട്ട് നമ്മളെ യൂട്യൂബ് മാറുന്നതാണ്. എല്ലാം തന്നെ ഇംഗ്ലീഷിലോട്ട് മാറുന്നതാണ്. പഴയതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പഴയ യൂട്യൂബ് ഇപ്പോൾ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ യൂട്യൂബ് ഇപ്പോൾ മാറിയതായി നിങ്ങൾക്ക് കാണാൻ, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റാനൊക്കെ എളുപ്പമാണ്. മാറ്റിയ ഭാഷ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താലും മതി, ആ മാറ്റിയ ഭാഷ അഥവാ അറിഞ്ഞോണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ യൂട്യൂബ് ആപ്പ് നമുക്കിഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റേണ്ടതെന്ന്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാറ്റുന്ന ഭാഷ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അതറിയണം. എന്നാലേ വീണ്ടും ഇംഗ്ലീഷിലോട്ടോ മറ്റു ഭാഷയിലോട്ടോ ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് ആപ്പിൽ സെറ്റിങ്സുകളിൽ നമ്മുടെ ഭാഷ കൊണ്ടുവരുന്നത്. സെറ്റിങ്സുകളിൽ മാത്രമല്ല എല്ലായിടത്തും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നിരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഞങ്ങളെ 2 പേരുടെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക് വീഡിയോകൾ ദിവസം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതാണ്. പിന്നെ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് സേവിങ് ഏജോസ് ആൻഡ് ദേവഹരി യൂട്യൂബ് ചാനൽ. സൈനിങ് ഔട്ട്. ബൈ ബൈ.